പരിസ്ഥിതി ദിനത്തിൽ ബാലഗോകുലത്തിലെ കുട്ടികൾക്കൊപ്പം വൃക്ഷത്തെ നട്ട് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. അമ്മയ്ക്കൊരു മരം പദ്ധതിയുടെ പ്രചരണാർത്ഥം ഡൽഹിയിലെ ഔദ്യോഗിക വസതിയിലാണ് കേന്ദ്രമന്ത്രി വൃക്ഷത്തൈകൾ നട്ടത്. പരിസ്ഥിതി ദിന സന്ദേശവും അദ്ദേഹം നൽകി. ഈ പരിസ്ഥിതി ദിനത്തിൽ ഞാൻ ഓർക്കുന്നത് പ്രധാനമന്ത്രിയുടെ ആഹ്വാനമാണ്. അമ്മയുടെ പേരിൽ ഒരു വൃക്ഷം എന്നുള്ളത്. ഇപ്പോഴേതാണ്ട് 142 കോടി ഇന്ന് വരെയും വൃക്ഷങ്ങൾ നട്ടുവെന്നാണ് കണക്ക്. അതായത് ഇന്ത്യയിലെ ജനസംഖ്യയുടെ അത്രയും വൃക്ഷങ്ങൾ നട്ടു കഴിഞ്ഞിരിക്കുന്നു പ്രധാനമന്ത്രിയുടെ ആഹ്വാനപ്രകാരം. ഇനിയുള്ള വർഷം അത് കൂടുതൽ നടുക എന്നുള്ളത്, ഇതിൻ്റെ ഇരട്ടിയാക്കുക എന്നുള്ള രീതിയിലാണ് ആഹ്വാനം വന്നിരിക്കുന്നത്. പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഇന്ന് മനുഷ്യന് ഏറ്റവും അപകടകരമായിട്ടുള്ളത് പ്രകൃതിയെ നശിപ്പിക്കുന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് പുതിയ തലമുറയെ ഈ പ്രകൃതിയുടെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി കൂടിയാണിത്. ഇപ്പോൾ സ്കൂളുകളിലും അതുപോലെ തന്നെ കോളേജുകളിലും എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഈ പ്രോഗ്രാം നടക്കുന്നുണ്ട്. അത് ആ പുതിയ തലമുറയിലേക്ക് പ്രകൃതിയുടെ സന്ദേശം എത്തിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് വിരുദ്ധമായിട്ടുള്ള ഒരു മനോഭാവം കൂടി. നമ്മൾ വൃക്ഷങ്ങൾ നശിപ്പിക്കുന്നുവെന്ന് മാത്രമല്ല, പ്ലാസ്റ്റിക് കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ട് പ്രകൃതിയെ നശിപ്പിക്കുന്നുമുണ്ട്. അപ്പോൾ കുട്ടികളിൽ ആ അവബോധം, ഈ പ്ലാസ്റ്റിക് ഉപയോഗിക്കാതിരിക്കാനുള്ള അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഈ പദ്ധതി ഇന്ന് നടപ്പിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അമ്മയുടെ പേരിൽ ഒരു വൃക്ഷം നടുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.